കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് പരിസരവും സർവകലാശാലയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിലും സന്ദർശകർക്ക് വിസ്മയ കാഴ്ചയായി ശാസ്ത്രയാൻ ശാസ്ത്ര പ്രദർശനം. ശാസ്ത്രം വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും അതിൻ്റെ വളർച്ചയും അതെങ്ങനെയാണ് ആളുകളിലേക്ക് ഇടപെടുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ശാസ്ത്രയാൻ എന്നുള്ളൊരു പരിപാടിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ സ്കൂൾ കുട്ടികളും കോളേജ് പഠിക്കുന്ന ആളുകളും അല്ലാത്ത സാധാരണക്കാരുള്ള ആളുകളൊക്കെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രം മാത്രമല്ല, സാഹിത്യ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് ഒരു അറിവ് നൽകാനും പുതിയ കാലത്തിൻ്റെ AI പോലെയുള്ള ടെക്നോളജിയെ പറ്റിയിട്ടും ശാസ്ത്രത്തിൻ്റെ പുതിയ മാനദണ്ഡങ്ങളെ പറ്റിയിട്ടും ഏറ്റവും നവകാലത്തുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ച എങ്ങനെയാണ് ആളുകളിലേക്ക് ഇടപെടുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം ശാസ്ത്രയാനിൽ നമ്മൾ വിശദമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണ സഹിതം നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹരിലാൽ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ശാസ്ത്രയാൻ 2025 നടക്കുന്നത്. അതോടൊപ്പം തന്നെ സാറിൻ്റെ കൂടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പേരും ചേരുന്നുണ്ട്. ഇതൊരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയാണ് ശാസ്ത്രയാൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് പ്രദർശനം കാണാനെത്തുന്നത്. ക്യാമറയുമായി സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള കൂട്ടായ്മയായ ലൈറ്റ് സോഴ്സ് കൂട്ടായ്മയിലെ ഫോട്ടോഗ്രാഫർമാർ മഹാരാഷ്ട്രയിലെ തഡോബ അണ്ടാരി കടുവ സങ്കേതത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനവും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ TM ഹാരിസിന്റെ നേതൃത്വത്തിലാണ് ഈ ചിത്ര പ്രദർശനം. ജന്തുശാസ്ത്ര പഠന വകുപ്പിന്റെ സ്റ്റാളിലെ അലങ്കാര പക്ഷികൾ വിദ്യാർത്ഥികളെ ഏറെ ആകർഷിക്കുന്ന മറ്റൊരു വിസ്മയ കാഴ്ചയായി. കേരള വനം ഗവേഷണ കേന്ദ്രം, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയുടെ സ്റ്റാളുകളുമുണ്ട്. ക്യാൻറ്റീൻ, ഭരണകാര്യാലയം പരിസരങ്ങളിലും ശാസ്ത്ര സമുച്ചയത്തിലുമാണ് പ്രദർശനം നടത്തുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രദർശനം.